ഓൾറെഡി തമ്മനയിലാണ് പിടിയിട്ടുണ്ടാവൂലെ. കുറെ നാളായി കുറെ പേര് ചോദിക്കുന്ന റെസിപ്പിയാണ്. അപ്പൊ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് വീഡിയോ എടുക്കാൻ സുഖമാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ വിജയചേട്ടനെ കിട്ടിയവനെ കൂടെ അന്നത്തെ മുടവിന്റെ ദിവസമാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. അല്ലാതെ പറ്റില്ല, നമ്മള് അടുപ്പും പിന്നെ ആ പാതിയമ്പൂറും രണ്ട് സൈഡിലാണ്. അപ്പൊ ക്യാമറ അങ്ങോട്ട് കൂടെ ആകുമ്പോ കയ്യിൽ എണ്ണയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തോളോ. ഇപ്പൊ ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയാറില്ല, തന്നെ ആരും ഇപ്പൊ ഷെയർ ചെയ്യാറില്ല കേട്ടാ. അപ്പൊ ഒന്ന് ഷെയർ ചെയ്തോളോ. പിന്നെ ഞാൻ പറഞ്ഞ ആ രീതിയിലുള്ള വെള്ളം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിന് മീതെ വെളുത്തിട്ട് ഇങ്ങനെ കുമിളകൾ പോലെ കാണാറില്ലേ, പൂരി മേടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. വെള്ളം കൂടി പോരുത്. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ മാവ് ഇങ്ങനെ കുഴണ പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എണ്ണ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ശരിയാവില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന മാവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് വ്യത്യാസം വരും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വെള്ളത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പൂരി തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് പൂരി തയ്യാറാക്കാൻ നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും കാണിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് 250 ml കപ്പാണ്. അപ്പം അതിൽ 1.5 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വെള്ളം വേണം. ഞാൻ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം ഈ രീതിയിൽ ചേർത്താന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ കപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ കപ്പിന്റെ മീതെ തണുവ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വരും. നമുക്ക് വേണ്ടത് ഐസ് വെള്ളമാണ്. കണ്ടോ, നല്ല തണുത്ത വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്. നല്ല തണുപ്പുള്ള വെള്ളം എടുക്കുക. ഈ വെള്ളം ഇല്ലെങ്കിൽ 2-3 ഐസും കട്ടി ഇട്ടിട്ട് നല്ല തണുത്ത വെള്ളം എടുക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾ പൂരിക്ക് മാവ് കുഴച്ച് നോക്കുക. അടിപൊളിയായിട്ട് വരും. നമുക്ക് നോക്കാം. വിജയചേട്ടനാണ് ഇന്ന് മാവ് കുഴക്കണത്, കെട്ടിയവനാണ് മാവ് കുഴക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ചപ്പാത്തിക്കൊക്കെ നനയ്ക്കണ പോലെ, പക്ഷെ ചപ്പാത്തിനും വിട്ടിട്ട് കുറച്ച് നനവ് ഒരു പൊടിക്ക് ഒന്ന് മുന്നിൽ നിൽക്കണം കേട്ടോ. അപ്പോഴേ നന്നാവുള്ളൂ. പൂരി ഉണ്ടാക്കണ നേരത്ത് നല്ല ഒന്ന് കുഴച്ചെടുക്കാം. ഇത്തിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നനവ് പാകാക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം വേണ്ടി വരുമോ എന്ന് അറിയില്ല. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം കേട്ടോ എന്തോരം വെള്ളം എടുത്തു എന്നുള്ളത്. നല്ല മയത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, അതുപോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ല ശക്തിയിൽ കുഴച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ട് ഇത്തിരി അതിന് ശേഷം ഇതിലേക്ക് ഓയിൽ 1 ടീസ്പൂണൊക്കെ മതിയോ. 1 ടീസ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. ഓയിൽ ഒഴിച്ചോളൂ. 1 ടീസ്പൂൺ ഓയിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നല്ലൊന്ന് കുഴയ്ക്കുക. ആദ്യം ചേർക്കേണ്ടവർക്ക് ആദ്യം ചേർക്കാതെ വിഷയമല്ല, ഞങ്ങൾ അവസാനം ഒഴിക്കാറ്. കാരണം നമ്മുടെ കൈമെന്ന് ഒട്ടണതൊക്കെ ഒന്ന് പോയി കിട്ടും, കറക്റ്റായിട്ട് കിട്ടും കുഴച്ചെടുക്കാൻ. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഈ ഒരു പരിവായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആഹാ, വിജയുടെ ശരിക്ക് പതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് പകുതി പണി കുറഞ്ഞു കിട്ടി. അപ്പം ഇനി നമുക്കിത് കുഞ്ഞ് ബോളായിട്ട് പിടിക്കണം. ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കുഞ്ഞു ഉരുളയാക്കി എടുത്താൽ മതി. അപ്പൊ ഇതിൽ നമ്മൾ ബോളുകളായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 13 ബോളുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഞ്ഞത്. ഇതേ ഈ ഒരു സൈസാണ് നമ്മുടെ ബോളുകൾ കേട്ടോ. നമ്മുടെ ഈ കൈന്റെ 2 വിരലിന്റെ ഇടയിൽ ഇങ്ങനെ കറക്റ്റ്. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കൂട്ടിക്കായ പോലത്തെ ബോളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൊ തന്നെ പരത്താം. ഇത് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പൊ തന്നെ പരത്താണ്. നമുക്കിത് പരത്താട്ടോ. ഓക്കെ. അപ്പൊ ഇതേ നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മൾ ഒരു ഭാജി ഉണ്ടാക്കില്ല, അതാണ് കേട്ടോ ചെയ്യണത്. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയാണ് കാണിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടുണ്ട്. അതിനൊന്നും അങ്ങനെ അളവില്ല. കടുക് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പില എടുക്കുക, അതും ടീച്ചർ പറഞ്ഞിട്ട് കൊടുക്കുക. നമ്മുടെ വേപ്പില ഇട്ട് കൊടുത്തു. അതിന് ശേഷം വറ്റൽമുളക് ഒരു 2-3 എണ്ണം അത് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഇതേ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഞ്ചിയുടെ മണ്ണാണ് പ്രത്യേക ടേസ്റ്റ്. ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി നീളം അരിഞ്ഞത്. ഒരു 4 പച്ചമുളക് കേട്ടോ. അതുപോലെ പിന്നെ ഇതേ 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കൂടി കേട്ടോ. അപ്പൊ 2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് നല്ലൊന്നും മൂത്ത് വരച്ചേട്ടോ. ആ ഉഴുന്നും പരിപ്പ് ഒന്നൊരു ബ്രൗൺ കളറാവും. ആ നേരത്ത് നമുക്ക് സവോളയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഉഴുന്നും പരിപ്പിന്റെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ നേരത്ത് നമുക്ക് ഇതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഒരെണ്ണം കുറവ് മതി, ഒപ്പത്തിനൊപ്പം വേണ്ട. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി.
നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അത് ആ ഇഞ്ചിയുടെയാണ് ശരിക്കും നമ്മുടെ ഈ നമ്മൾ പൂരിക്ക് മസാല ഉണ്ടാക്കുന്നതിന്റെ ഒരു മണം എന്ന് പറയുന്നത് കറക്റ്റായി ഇഞ്ചിയുടെയാണ്. ഇഞ്ചി വേണം, എന്നാലും ആ ഒരു മണം കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് ആദ്യം സവോളയും ഈ ഉരുളക്കിഴങ്ങും വേവിച്ചിട്ട് നിങ്ങൾക്ക് കടുക് വറുത്താൽ മതി. അത് ഓരോരുത്തരും ഇഷ്ടം. ഞാൻ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തോരപ്പരിപ്പാണ്, നമ്മുടെ സാമ്പാർ പരിപ്പ് കേട്ടോ. ഇനി ആർക്ക് സംശയം വേണ്ട, സാമ്പാർ പരിപ്പ് തോരപ്പരിപ്പ് എന്ന് പറയും. ഇതിന്റെ ചുമന്ന കളറിലുള്ളത് കിട്ടും, ചുമപ്പൊക്കെ മസൂർ ദാല് കിട്ടും. അതും ചേർക്കാൻ വിരോധമില്ല. വെറും 2 ടീസ്പൂൺ മതി, അതായത് ഒരു അരപ്പിടി അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉരുളക്കിഴങ്ങ് കുറവാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇനി സവോള മാത്രം ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപ്പും ഈ സവോളയും ചേർത്തിട്ട് ഇതുപോലെ ഭാജി വെക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോഴും ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം നിങ്ങൾക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം ലൂസ് വേണ്ട കേട്ടോ. അപ്പോൾ ഒരു കപ്പ് വെള്ളം അത് മതി, ധാരാളമാണ്. ഇനി ഇത് തന്നെ നമ്മൾ വേറെ രീതിയിൽ വെക്കൂട്ടാ. അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടാം. അതൊരു അടിപൊളി വീഡിയോ ആണ്. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് അത് ചെയ്യുന്നത്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം. അത് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് കുക്കർ അടച്ചിട്ട് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് ഞാൻ ഇപ്പോൾ 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തുടങ്ങി വരും കറക്റ്റായി. അത്രേ ഉള്ളൂ പണി. ഇനിയിപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ നിൽക്കണില്ല. കുക്കർ അടിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. ഇനി നമുക്ക് പൂരി പരത്തണതും അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇനി ഒരു 2 വിസിൽ കുക്കർ അടിക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പരത്താൻ തുടങ്ങാം. ചപ്പാത്തി കല്ല് എടുക്കുക, ചപ്പാത്തി കല്ലും ഇത്തിരി ഓയിൽ പരത്തുക. അതിനുശേഷം നമ്മുടെ ഉണ്ട വെച്ച് കൊടുക്കുക, എന്നിട്ട് പരത്തുക. കുഞ്ഞിതാക്കിയിട്ട്. എന്നാൽ തീരെ കനം കുറയരുത്, എന്നാൽ തീരെ തിക്കായിട്ട് ഇരിക്കരുത്, കട്ടിക്ക് ഇരിക്കരുത്. ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. കണ്ട, ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. ഷേപ്പ് ഇത്തിരി അങ്ങോട്ട് വ്യത്യാസം വന്നാലും പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ പരത്തിയെടുക്കുക. ഞങ്ങൾ വേറെ പ്ലേറ്റിലൊന്നും വെക്കാറില്ല, അപ്പം തന്നെ ചുട്ടെടുക്കുക ചെയ്യാറ്. അപ്പം നമുക്ക് ചൂടായ ഓയിൽ അത്യാവശ്യം ചൂട് വേണം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ഉണ്ടാക്കാറില്ല, പാത്രത്തിൽ ഭംഗി കുറഞ്ഞാലും ഇതിലാകുമ്പോൾ ഇത്തിരി വൃത്തിക്ക് കിട്ടും നമുക്ക്. അപ്പം നമ്മൾ പരത്തി വെച്ചത് ഓയിൽ ചൂടായിട്ടുണ്ട്. തീ കൂട്ടി വെക്കരുത്, നമ്മുടെ ഇത് കരിഞ്ഞു പോകും. മീഡിയം ടു ലോയിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ പരത്തി വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ല വീർത്ത് വന്നിട്ടുണ്ട്. മീത കണ്ടോ നല്ല തരിതരിയായിട്ട് വന്നേക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. കണ്ടോ, നല്ല കിരിക്കിരിപ്പാണ്. ഇപ്പൊ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം കേട്ടോ. കണ്ടോ, നല്ല കരിമുരാന്നുള്ള നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. ഇതൊട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. കണ്ട, നല്ല ഡ്രൈ ആയിട്ടാണ് ഇതിന്റെ മുകൾ വശമൊക്കെ ഇരിക്കണേ. പിന്നെ കുഞ്ഞു പൊള്ളങ്ങൾ കണ്ട, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മഴത്തുള്ളി പോലെ ഇതിന്റെ മീത അങ്ങനെ കാണാം. അതുപോലെയൊക്കെ ഉണ്ട് ഇതിന്റെ മീത, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ ആ തണുത്ത വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത് കേട്ടോ. ഇപ്പൊ നമ്മുടെ പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്, ബാജി റെഡി ആയിട്ടുണ്ട്. അത് കുക്കറിൽ വിസിലടിച്ച് 2 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉടച്ചെടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 വിസിലടിച്ചപ്പോൾ കുക്കർ ഓഫ് ചെയ്തു, എന്നിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു കയ്യിൽ വെച്ചിട്ട്. നല്ല മഞ്ഞ കളറാണ്, പക്ഷെ ഇതിൽ കാണുമ്പോൾ ഇത്തിരി മഞ്ഞപ്പ് കുറവുണ്ട്. പക്ഷെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അധികം ലൂസാവരുത് കേട്ടോ, ഇത്തിരി കട്ടിക്കിരിക്കണം. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി, നമ്മുടെ ഇഞ്ചി അത്യാവശ്യം വേണം. ഇഞ്ചിയാണ് ഇതിന്റെ ടേസ്റ്റ്. ഈ കറിക്കാൻ മണം കൊടുക്കുന്നതും രുചി കൊടുക്കുന്നതും ഇഞ്ചിയാണ്. അപ്പോഴാണ് ആ ഒരു പ്രത്യേക രസം ഉണ്ടാവുള്ളൂ. കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ബാജിയുടെ മണം നിൽക്കും, ഇഞ്ചി നല്ല ചേർത്ത് കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ പൂരിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് തണുത്തതിന് ശേഷമുള്ള രൂപമാണ് കേട്ടോ. അത് ഞാൻ പൊട്ടിച്ച് കാണിക്കാം. കുറേ പേര് തണുത്തതിന് ശേഷമുള്ളതാണ് ചോദിക്കാറ്. ഇന്നാള് ദോശയുടെ റെസിപ്പി ഉണ്ടാക്കിയപ്പോഴും തണുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും, ക്രിസ്പായിട്ട് ഇരിക്കുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മൾ ആ ചൂടോടെ മാത്രമാണ് ആ കരിമുരാൻ തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ ഏത് സാധനവും ഇതേപോലെ ആയിരിക്കും. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, തീരെ എണ്ണയില്ല കേട്ടോ, തീരെ എണ്ണ കുടിച്ചിട്ടില്ല.
ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എണ്ണ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചപ്പിളിയായി പോകും. അപ്പൊ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ഇത് ശരിയാവുന്നില്ല, ഇരുട്ടന്നെ അതിന്റെ വിളിക്കല്ലേ അല്ല അല്ല എനിക്കറിയില്ല, നീയാണ് പറയണ്ടേ. എന്തില്ലട്ടെ. അപ്പൊ അപ്പൊ അതെ നമ്മള് ഉരുളകൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്നിപ്പോ എത്ര ഉരുള കിട്ടിയിട്ടുണ്ടാവും? 1 2 3 4 5 6 7 8 9 10 12 13 12 ഉള്ളിലാദ്യം എണ്ണയിലായി പോയി 13. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ നമ്മളതെല്ലാം ഉരുട്ടി ബോളുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 അതിലിപ്പോ 1 2 3 4 5 6 7 8 9 10 11 12 13. ഓക്കെ 4 4 8 2 10 13 ആയില്ലേ? അത്രയുള്ള പണിയല്ലേ? അപ്പൊ ഇനി എണ്ണുണ്ടോ? അപ്പൊ ഇതില് നമ്മള് വിജയചേട്ടനാണ് പരത്തുന്നത്. അതെ, അടി കണ്ടിച്ചു. അപ്പൊ നമുക്കിത് എങ്ങനെ പരത്താൻ നോക്കാം. ചപ്പാത്തിക്കല്ല് എടുക്കുക, നമ്മളിത് പരത്തണ പോലെ വെളിച്ചെണ്ണ പരത്തി കൊടുക്കുക. പൊടി ഇടരുത് കേട്ടോ. ഞങ്ങൾ പൊടി ഇടാറില്ല. വെളിച്ചെണ്ണ എന്നാ പറഞ്ഞ, ഓയിലല്ലേ. അപ്പൊ ഇനി നമുക്ക് പരത്താൻ തുടങ്ങാം. ചപ്പാത്തി കല്ല് എടുക്കുക, ചപ്പാത്തി കല്ലുമ്പോൾ ഇത്തിരി ഓയിൽ പരറ്റുക. ഞാൻ പറയുന്ന രീതിയിൽ ആ ടൈപ്പിലുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തെല്ലാം നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ടില്ലേ, ഈ മഞ്ഞുതുള്ളി പോലെ അതിന്റെ മീതെ വെള്ളത്തിന്റെ തുള്ളി പോലെ ഇങ്ങനെ പോളങ്ങൾ കാണും. പോളങ്ങളല്ല, പൊളങ്ങള്, പൊളം ഇതെന്നാ പറയാ, പൊള്ളം.